ഇന്നത്തെ നമ്മുടെ വീഡിയോ സൈലൻറ്റ് വാലിയെക്കുറിച്ചാണ്. അപ്പോൾ ഇതാണ് സൈലൻറ്റ് വാലി ഇൻഫർമേഷൻ സെൻറ്റർ. അപ്പോൾ ഇവിടെ വന്ന് രാവിലെ 8 മണി മുതൽ 1 മണി വരെയാണ് സന്ദർശകർക്കുള്ള സമയം. അപ്പോൾ ഇവിടെ നിന്നാണ് നമ്മൾ അകത്തേക്കുള്ള ട്രക്കിങ്ങിനുള്ള പാസും കാര്യങ്ങളൊക്കെ എടുക്കുന്നത്. അപ്പോൾ ഞങ്ങൾ അതൊക്കെ എടുത്തിട്ടുണ്ട്. അപ്പോൾ ബാക്കി കാഴ്ചകളും കാര്യങ്ങളൊക്കെ ഇനി നമുക്ക് പോകുന്ന വഴിയെ കണ്ട് ആസ്വദിക്കാം. അവരുടെ ജീപ്പുകളിലാണ് നമുക്ക് ഇവിടുന്ന് ട്രക്കിങ്ങിന് അനുമതിയുള്ളൂ. അപ്പോൾ ഈ കാണുന്നത് ട്രൈബൽസിൻ്റെ വീടുകളാണ്. ഏകദേശം ഒരു 55ഓളം കുടുംബങ്ങൾ ഇവിടെ താമസിക്കുന്നുണ്ട്. അപ്പോൾ ട്രക്കിങ്ങിന് ഒരാൾക്ക് 650 രൂപയാണ്. ഒരു ജീപ്പിന് 3250 രൂപയാണ് അവിടുത്തെ ചാർജ് നമ്മൾ അടയ്ക്കേണ്ടത്. മുക്കാലിൽ നിന്നും ഏകദേശം ഒരു 23 കിലോമീറ്റർ ദൂരമാണ് സൈലൻറ്റ് വാലിയിലേക്കുള്ളത്. പാലക്കാട് ജില്ലയിലെ മണ്ണാർക്കാട് നിന്നും ആനക്കട്ടി റോഡിൽ ഒരു 20 കിലോമീറ്ററോളം ദൂരം പോയാൽ മുക്കാലി എന്ന സ്ഥലത്തെത്തും. അവിടെ നിന്നും വനത്തിനുള്ളിലൂടെ ഒരു 23 കിലോമീറ്റർ ദൂരം സഞ്ചരിക്കുമ്പോഴാണ് നമ്മൾ സൈലൻറ്റ് വാലിയിൽ എത്തിച്ചേരുന്നത്. അപ്പോൾ ഇതൊരു സിംഹവാലൻ കുരങ്ങാണ്. നമുക്ക് വളരെ സൂക്ഷിച്ച് നോക്കിയാൽ മാത്രമേ കാണാൻ പറ്റുള്ളൂ. അപ്പോൾ ഈ കാണുന്ന മരത്തിൻ്റെ പേര് അയൺ വുഡ് എന്നാണ്. ഇവിടെ പറയുന്നത് ചുരുളി എന്നാണ്. മുൻപ് കാലങ്ങളിലൊക്കെ റെയിൽവേ ട്രാക്കിൽ സ്ലീപ്പർ വുഡായി ഉപയോഗിച്ചിരുന്ന ഒരു മരമാണിത്. ഇത് കാട്ടുപ്ലാവാണ്. ഏകദേശം ഒരു 200 വർഷം പഴക്കമുണ്ടെന്നാണ് പറയപ്പെടുന്നത്. ഈ പ്ലാവിനെ ഇവിടെ മുത്തശ്ശിപ്ലാവ് എന്നാണ് അറിയപ്പെടുന്നത്. ഇപ്പോൾ വനത്തിനകത്തൂടെ നമ്മൾ യാത്ര ചെയ്യുമ്പോൾ ഇതുപോലെ ചെറിയ 1-2 വെള്ളച്ചാട്ടങ്ങളൊക്കെ ഉണ്ട്. ഈ വെള്ളച്ചാട്ടത്തിന് ഇവിടെ അറിയപ്പെടുന്നത് മിനി ആതിരപ്പള്ളി എന്നാണത്രേ. അപ്പോൾ ഇവിടെ നിന്നാണ് നമ്മളെ നാഷണൽ പാർക്ക് സ്റ്റാർട്ട് ചെയ്യുന്നത്. ഏകദേശം 1 കിലോമീറ്ററോളം ഇവിടെ നിന്ന് ദൂരമുണ്ട് പാർക്കിലേക്ക്. അങ്ങനെ നമ്മൾ സൈലൻദ്രിയിൽ എത്തിച്ചേർന്നു. ഇവിടെ നിന്ന് താഴത്തേക്ക് ഒരു 1.5 കിലോമീറ്റർ ഇറങ്ങിയാൽ നമുക്ക് കുന്തിപ്പുഴ കാണാൻ കഴിയും. പക്ഷേ ഇപ്പോൾ നമുക്ക് അങ്ങോട്ട് അനുമതിയില്ല. അപ്പോൾ സൈലൻറ്റ് വാലിക്ക് ഞാൻ ഒറ്റയ്ക്കല്ല വന്നിരിക്കുന്നത്. എൻ്റെ കൂടെ എൻ്റെ ഫ്രണ്ട്സും അവരുടെ ഫാമിലിയും എല്ലാവരും കൂടിയാണ് ഞങ്ങൾ സൈലൻറ്റ് വാലിയിലേക്ക് വന്നിരിക്കുന്നത്. സൈലൻറ്റ് വാലിയിലെ ഒരു ഹൈലൈറ്റായിട്ട് എനിക്ക് തോന്നിയിരിക്കുന്നത് ഈ ഒരു വാച്ച് ടവർ തന്നെയാണ്. ഇനി നമുക്ക് വാച്ച് ടവറിൻ്റെ മുകളിൽ കയറി അവിടെ നിന്നുള്ള കാഴ്ചകളൊക്കെ ഒന്ന് കാണാം. അപ്പോൾ ടവറിൻ്റെ മുകളിലേക്ക് ഒരു സമയം 12 പേർക്ക് മാത്രമേ കയറാൻ അനുമതിയുള്ളൂ. 30 മീറ്റർ ഉയരത്തിലാണ് ഈ വാച്ച് ടവർ ഉള്ളത്. കോർ ഏരിയയുടെ ഭംഗി ശരിക്കും ആസ്വദിക്കണമെങ്കിൽ ഈ വാച്ച് ടവറിന് മുകളിൽ തന്നെ കയറണം. വാച്ച് ടവറിൻ്റെ മുകളിലേക്ക് കയറും തോറും ചൂട് മാറി ഒരു തണുത്ത കാലാവസ്ഥ നമുക്ക് അനുഭവപ്പെടും. സൈലൻറ്റ് വാലിക്ക് സൈലൻദ്രി വനം എന്നൊരു പേര് കൂടിയുണ്ട്. കോർ ഏരിയ എന്ന് പറയുന്നത് ഏകദേശം 89.54 ചതുരശ്ര കിലോമീറ്റർ വിസ്തീർണമാണ്. വാച്ച് ടവറിന് ഏറ്റവും മുകളിലത്തെ തട്ടിലാണ് ഞാനിപ്പോൾ ഉള്ളത്.
സൈലൻറ്റ് വാലിയുടെ ഒരു പ്രത്യേകത എന്താണെന്ന് വെച്ചാൽ നിത്യഹരിത നിബിഡ വനമാണ്. മറ്റൊരു പ്രത്യേകത സൈലന്ത്രി വനത്തിലൂടെ ഒഴുകുന്ന കുന്തിപ്പുഴയാണ്. 25 കിലോമീറ്ററോളം മനുഷ്യസ്പർശമേൽക്കാതെ ഒഴുകുന്നു എന്നതും ഒരു പ്രത്യേകതയാണ്. 82.52 ചതുരശ്ര കിലോമീറ്ററാണ് ഇതിൻ്റെ വിസ്തീർണം. വാച്ച് ടവറിന് മുകളിൽ നിന്നുമുള്ള കാഴ്ചകൾ തികച്ചും വ്യത്യസ്തമായ ഒരു അനുഭവം തന്നെയായിരിക്കും നമുക്ക് സമ്മാനിക്കുന്നത്. ഇത് രാഷ്ട്രത്തിന് സമർപ്പിച്ചത് 1985 മുൻ പ്രധാനമന്ത്രി രാജീവ് ഗാന്ധി ആയിരുന്നു. വനങ്ങളെയും പ്രകൃതിയെയും ഇഷ്ടപ്പെടുന്നവർ തീർച്ചയായും വന്ന് കാണേണ്ട ഒരു സ്ഥലം തന്നെയാണ് സൈലൻറ്റ് വാലി.